കേരളത്തെ കൊടും നിരാശയിലേക്ക് തള്ളി മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാനുള്ള ത്രാണിയില്ല എന്ന് കേരളവും മലയാളികളും. ചർച്ച നാളെയും തുടരും. പ്രഖ്യാപനം നാളെയെന്നും ജയറാം രമേശ്. എന്തായാലും ഇയാളാണോ മോദിക്ക് പകരം പ്രധാനമന്ത്രിയാകാൻ നടക്കുന്നതെന്നും മലയാളികൾ രാഹുൽ ഗാന്ധിയുടെ പേജിൽ കയറി പൊങ്കാല തുടങ്ങി. ഒരു ചെറിയ കാര്യം പോലും നോക്കി നടത്താൻ പരിചയവും കഴിവുമില്ല. ചെറിയൊരു സംസ്ഥാനത്ത് 10 ദിവസമായി അരാജകത്വം ഉണ്ടാക്കി നടക്കുന്ന ആൾ എങ്ങനെ ഇന്ത്യ ഭരിക്കുമെന്നും ചോദ്യം. എംപിമാർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നും എംപി സ്ഥാനത്തേക്ക് തുടരും എന്ന മുൻ തീരുമാനം മാത്രം മതിയാകും ഈ വിഷയം അവസാനിക്കാനും KC വേണുഗോപാലിനെ മാറ്റി നിർത്താനും. എന്നാൽ അതിന് പോലുമുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കില്ല. ഈ ചെക്കനാണ് ഇന്ത്യ ഭരിക്കാൻ കുപ്പായം തയ്പ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്നും ട്രോളുകൾ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മ മലയാളികൾ ശരിക്കും ആസ്വദിച്ചറിഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രഖ്യാപിക്കാത്തത് മൂലം ഒരു ദിവസം കേരളത്തിന് 300 കോടിയോളം രൂപ നഷ്ടം വരുന്നു. 200 കോടിയിലേറെ വേണം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കാൻ. 5 ലക്ഷം ജീവനക്കാർക്ക് നിർദ്ദേശവും നയവും നൽകാൻ സർക്കാരില്ല. കേരളത്തിലുള്ള കുട്ടികൾക്ക് പാഠപുസ്തകമില്ല. SSLC ഫലം വൈകുമെന്നും അറിയുന്നു. പദ്ധതികൾ, പെൻഷൻ എല്ലാം മുടങ്ങി. മന്ത്രിസഭാ തീരുമാനമില്ലാതെ ഫയലുകൾ മുടങ്ങി. എന്തായാലും വോട്ട് ചെയ്തവർ മലയാളികൾ. ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദില്ലിയിൽ രാഹുലും സോണിയയും എന്നും പരിഹാസം വരികയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായി എന്നും പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി. സംസ്ഥാന മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിർണായക യോഗം പൂർത്തിയായി. ഘടകകക്ഷികളുമായി നേതാക്കൾ വീണ്ടും സംസാരിക്കുമെന്നതാണ് സൂചന. KC വേണുഗോപാൽ ഉടനെ രാഹുലിനെ കാണാൻ പോകുന്നില്ല എന്നതാണ് അറിവ്. 3/4 മണിക്കൂറോളമാണ് രാഹുലും ഖാർഗെയും തമ്മിൽ ചർച്ച നടത്തിയത്. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനമുണ്ടായാൽ കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം KC വേണുഗോപാലിനെ ആദ്യം അറിയിക്കുമെന്നതാണ് വിവരം. ഇതിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. വേണുഗോപാലുമായി തന്നെ സംസാരിച്ച ശേഷം VD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും രാഹുൽ ഗാന്ധി സംസാരിക്കും. ഫലം വന്ന് 10 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ ഘടക കക്ഷികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിൽ പോലും അതൃപ്തി അത് പുകയുന്നതിനിടയിലാണ് ഏതാനും ദിവസങ്ങളായി തന്നെ ഡൽഹിയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നിവരിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഏത് നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണിപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ MLA സ്ഥാനത്തേക്ക് വിജയിച്ചവരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണമെന്നും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായി തന്നെ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസ് വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. എന്നാൽ ആരുടെയും പേര് ജോസ് വിഭാഗം ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ വിജയിക്കുമെന്ന ഉറപ്പില്ല എന്നും കോൺഗ്രസ് നേതൃത്വത്തെ ജോസ് വിഭാഗം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഫലം വന്ന് 10 ദിവസമായിട്ട് പോലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാത്തത് UDF-ലെ ഘടക കക്ഷികളിലും വലിയ അതൃപ്തിക്ക് കാരണമാക്കിയിട്ടുണ്ട്. ഇതിനിടെ തന്നെ ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറെ ആകാംക്ഷയോടെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ് കേരളം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ തന്നെ ആരുടെ പേരാവും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. നിരവധി പ്രവർത്തകർ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും വീടുകളിൽ തമ്പടിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 നാളായിട്ട് പോലും അനാഥമായി തന്നെ കേരളം കിടക്കുന്നു. മുഖ്യമന്ത്രിയെ ഇനിയും പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ വന്നതോടുകൂടി തന്നെ സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ തന്നെ സ്തംഭനാവസ്ഥയിലാണ്. കേരളത്തിനൊപ്പം തന്നെ ഫലം വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ സർക്കാരുകളിൽ അവിടെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇന്നുണ്ടാകുമെന്ന് ആവർത്തിച്ചെങ്കിൽ പോലും കൃത്യമായ ഒരു വിവരം നൽകാൻ അവർക്ക് സാധിക്കാതെ തന്നെ നാളത്തേക്ക് ഈ പ്രഖ്യാപനം മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല, പലയിടത്തും ജനങ്ങൾ നേതാക്കളെ ചോദ്യം ചെയ്ത് തുടങ്ങിയതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ സഖ്യകക്ഷികളടക്കം സഹികെട്ടിരിക്കുകയാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.